കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് അപ്പുറം ഒരു കൊല്ലത്തിനപ്പുറം നമ്മൾ നിരവധി വാർത്തകൾ ചെയ്ത ആന്റണി രാജുവിൻ്റെ തൊണ്ടി മുതൽ കേസ് ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് രണ്ടാം പ്രതിയാണ്, അദ്ദേഹം കുറ്റക്കാരനാണെന്ന വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഇപ്പോൾ ഉള്ള പിന്നെ LDF മുന്നണിയിലെ ഒരു മുന്നണി നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോൾ അത് ഇടതുമുന്നണിക്ക് വിശേഷിച്ച ഈ സർക്കാരിന് കിട്ടുന്ന ഒരു അടിയും കൂടെയാണ്. അപ്പോൾ തുടക്കം മുതൽ ഈ കേസ് നിരീക്ഷിക്കുകയും നമ്മൾ ഈ വാർത്തകൾ നിരവധി ചെയ്യുകയും ചെയ്തവരായതുകൊണ്ട് ഈ കോടതി വിധിയെയും അതിൻ്റെ ആ സംഭവത്തെയൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ കോടതി വിധി ഇപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ വൈകി വരുന്ന നീതി അത് നീതി നിഷേധമാണെന്ന് പറയുന്ന പോലെ ഇത് 34 വർഷക്കാലമാണ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് എടുത്തതെന്ന് പറയുന്നത് ശരിക്കും അതിശയം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. 34 വർഷം ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് 34 വർഷം മുന്നേ നടന്നൊരു കാര്യത്തിൽ ഇപ്പോൾ വിധി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിധിയെ ഏത് രീതിയിൽ ന്യായീകരിക്കണം എന്ന് മനസ്സിലാവാത്തൊരവസ്ഥ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 10 വർഷക്കാലമായിട്ട് ഇതിൻ്റെ വിധി നടന്നുകൊണ്ടിരിക്കുന്നു. 10 മാസമായിട്ട് കണ്ടിന്യൂസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ 10 മാസത്തിനിടയ്ക്ക് തന്നെ 21 തവണയാണ് ഇദ്ദേഹത്തിൻ്റെ കേസ് മാറ്റിവെച്ചത് കോടതി. ഈ നെടുമങ്ങാട് കോടതി തന്നെ കോടതി മാറ്റിവെച്ചത് 21 തവണയാണ്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇത് ആന്റണി രാജു കൃത്യമായിട്ടും സുപ്രീം കോടതി വരെ പോയി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഈ കേസ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നു, മന്ത്രിയായിരുന്നു. അതൊക്കെ നമ്മുടെ കേരളത്തിൽ കേസ് മാറ്റിവെക്കുമ്പോഴൊക്കെ അദ്ദേഹം മന്ത്രിയാണ്. അതെ, ഈ 21 തവണയും മന്ത്രിയായിരിക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കേസ് മാറ്റിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഭരണത്തിലുള്ളവർ ഇതുപോലെ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങൾ ഈ നീതിന്യായ വ്യവസ്ഥയെ തന്നെ കൊഞ്ഞനം കുത്തുന്ന ഒരു നടപടിയാണത്. ഇപ്പോൾ അദ്ദേഹം പ്രതിയാണ് എന്ന് വന്നിരിക്കുമ്പോൾ ഇത്രയും നാൾ ഈ കേസ് മാറ്റിവെച്ച് അദ്ദേഹത്തെ മന്ത്രി പദവിയിൽ ഇരുത്തിയവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ചെയ്തത്? ഇപ്പം അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് ഒരു വിധി വന്നിരുന്നെങ്കിൽ ഓക്കെ, ഞങ്ങൾ നീതിക്ക് മുന്നേ സഞ്ചരിച്ചു, ഞങ്ങൾ മന്ത്രിയാക്കി എന്ന് പറയും. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കുറ്റക്കാരനെന്ന് വ്യക്തമായപ്പോൾ ഇത്രയും കാലം ഈ ജനങ്ങളെ സേവിക്കാനായിട്ട് അയാളെ പിടിച്ച് മന്ത്രി കസേരയിൽ ഇരുത്തിയ പിണറായി വിജയൻ കൂടി ഇവിടെ മറുപടി പറയേണ്ടി വരും. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചിരുത്തിയതാണ്. എന്തിൻ്റെ ആണെങ്കിലും ഇത്രയും കൃത്യമായിട്ടൊരു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ബാക്കി അതുപോലെയുള്ള കോൺഗ്രസിലെ പലർക്കും എതിരെയും ഇങ്ങനെ മുറവിളി കൂട്ടുന്നവര് സ്വന്തം കാര്യം വരുമ്പോൾ അതെല്ലാം അവർ മറക്കുമല്ലോ. അതെന്തായാലും ഇവിടെ ഇപ്പോഴെങ്കിലും ഈ വിധി വന്നു എന്നുള്ളതിൽ സമാധാനം, ആശ്വാസം. പക്ഷേ കൃത്യമായിട്ടും ഇതിനകത്ത് IPC 409, IPC 201, IPC 120B ഒക്കെയാണ് ഇതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള കുറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ വന്ന ന്യൂസിൻ്റെ പ്രകാരം അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഈ വകുപ്പുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതിൽ 409 എന്ന് പറയുന്നത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബൈ പബ്ലിക് സെർവൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ക്രിമിനൽ ക്രിമിനൽ കുറ്റകൃത്യം നടത്തുന്നത് അത് 409 IPCയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് ഇതായിട്ടുള്ളൊരു വകുപ്പ് തന്നെയാണ്. പിന്നെ വരുന്നത് IPC 201 വരുന്ന എവിഡൻസ് ഡിസപ്പിയറൻസ് ആണ്. എവിഡൻസ് തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ 120B ആണ് ഇതിൽ ഏറ്റവും ഇതായിട്ട് വരുന്ന ഒരു വകുപ്പ്. ഗൂഢാലോചനയാണ് അത് നടക്കുന്നത്. ഈ ഗൂഢാലോചന ഈ ഒരു വകുപ്പ് പ്രകാരം ഇത് ജീവപര്യന്തം വരെ വേണമെങ്കിലും കോടതിക്ക് വിധിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം വിധിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് അങ്ങനെ വിധിക്കാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ കോടതി മാറ്റാൻ ഉള്ള സെഷൻസിലേക്ക് ഈ കേസ് മാറ്റാനുള്ളൊരു നീക്കം മിക്കവാറും നടക്കും. അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരുന്ന വിധിന്യായത്തിൽ കുറച്ചും കൂടി ജീവപര്യന്തം വരെ അദ്ദേഹത്തിന് കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഈ ഒരു വിഷയം കഴിഞ്ഞതോടു കൂടിയിട്ട്, എന്തായാലും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടു കൂടിയിട്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് മാറ്റും എന്നാണ് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഈ ഇത്രയും 6 വകുപ്പുകളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നിസ്സാര സംഭവമല്ല അത്. 6 വകുപ്പുകളിൽ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് ഭരിച്ചിരുന്ന ഒരു മന്ത്രിയാണ് കുറ്റക്കാരനാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൽ ഇവർ ശരിക്കും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. കാര്യം അദ്ദേഹത്തിന് ഇനി അവിടെ മത്സരിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവാണ്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന ഒരാളാണ്. ഇവിടെ അദ്ദേഹം ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവായിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു മുഖത്തെ പോലും അവിടെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഒരു പേര് പറയാൻ പോലും ഇല്ല. ഞാൻ തന്നെ രാജാവ്, ഞാൻ തന്നെ പ്രജ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നേതാവാണ്. അതെ, ഇതിൽ CPM പലരും തനിക്ക് ശേഷം പ്രളയമെന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ സൂര്യനാണ്, നമ്മൾ ആരൊക്കെ ചത്താലും ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലും നാളെ സൂര്യൻ അതുപോലെ തന്നെ ഉദിക്കും, അസ്തമിക്കും, കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പോവും. പക്ഷെ ഇവർക്കൊക്കെ ഇവർ മാറിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആന്റണി രാജു എന്തായാലും ജയിലിലേക്കാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഏകദേശം എന്നല്ല, ഉറപ്പായിട്ടും ഇപ്പോൾ ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്, വിധി ഇന്ന് വരില്ല എന്ന് തോന്നുന്നു, ശിക്ഷാ നടപടി ഇന്ന് വരില്ല എന്ന് തോന്നുന്നു. സെഷൻസിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും സമയം പിടിക്കുമായിരിക്കും. എന്തായാലും ഇതിപ്പോൾ കോടതി ആദ്യം തന്നെ പറയുന്ന ഒരു കേസ്, ഇത് ഒരു ക്രിമിനൽ കേസ് മാത്രമല്ല നടന്നിരിക്കുന്നത്. കൃത്യമായിട്ടും കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു പ്രോപ്പർട്ടി, അതായത് തൊണ്ടി മുതൽ കൈകാര്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു സാധനമാണ് അവിടെ നിന്ന്
എടുത്തു മാറ്റി അതിൽ കൃത്രിമം കാണിച്ച് തിരിച്ചു വെച്ചത്. അതായത് പറയാൻ നാണക്കേടുണ്ട്, ഒരു പ്രതിയുടെ ഇന്നർവെയർ, അതായത് ഇന്നർവെയർ അദ്ദേഹത്തിന് പാകമായിരുന്നില്ല എന്നാക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് അകത്ത് കയറിയ സാധനം എടുത്ത് അത് തുന്നിപ്പിടിപ്പിക്കുന്ന. അതെ, അതൊക്കെ എത്ര വലിയ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്. പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചനയും ഉണ്ട്. കാര്യം ഈ കേസ് 90-ൽ നടന്ന് 34 വർഷത്തിന് ശേഷം വീണ്ടും കുത്തിപ്പൊങ്ങുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ തന്നെ വൻ ഗ്രൂപ്പിസം ഈ പാർട്ടിക്കകത്തുണ്ട്. സുരേന്ദ്രൻപിള്ളയും ബാച്ചും, സുരേന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ മറ്റൊരു നേതാവുണ്ട്, ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സുരേന്ദ്രൻപിള്ളയും ബാച്ചും, അദ്ദേഹം ഒരു വക്കീലാണ്. അപ്പോൾ സുരേന്ദ്രൻപിള്ളയും തിരുവനന്തപുരത്തുള്ള ആയതുകൊണ്ടാണ് എനിക്കിത് കുറച്ചൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഇത് കുത്തിപ്പൊക്കിയത്. കാര്യം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഉള്ള ചില മാറ്റങ്ങൾ, ഇദ്ദേഹം സ്വന്തം അണികളെ കാണുന്നില്ല, പാർട്ടിയെ കാണുന്നില്ല, അങ്ങനെ വരുമ്പോൾ അവർക്കറിയാത്ത രഹസ്യങ്ങളുണ്ടായില്ല. ഇദ്ദേഹം ഒരു ജൂനിയർ വക്കീലായിരുന്നു, അത് മനസ്സിലാക്കുക. ഈ കേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ക്രിമിനൽ വക്കീലായ ഒരു ലേഡി ആയിരുന്നു, ഇദ്ദേഹത്തിൻ്റെ സീനിയർ വക്കീലായിരുന്നു. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ, അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ ലേഡി വക്കീലിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായി ഫസ്റ്റ് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു കുഞ്ഞു വക്കീലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു വക്കീലാണ് ഈ പണിയൊക്കെ ചെയ്തതെന്നുള്ള പാർട്ടിക്കകത്തുള്ളവർക്ക് അറിയാം. ഇത് ശരിക്കും നാണം കെട്ടൊരു കേസാണ് ചേട്ടാ. തീർച്ചയായിട്ടും നമ്മുടെ കോടതിക്ക് അകത്ത് കയറി. ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടി വരും. ഭരണത്തിന്റെ സ്വാധീനം കൊണ്ട് ഈ കോടതികളിൽ ഇപ്പം നെടുമങ്ങാട് കോടതി എന്ന് പറയുമ്പോൾ അതൊരു കീഴ്ക്കോടതിയാണ്. കീഴ്ക്കോടതിയിൽ ഇരിക്കുന്ന ഈ കേസ് ഇരിക്കവേ അദ്ദേഹം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ ഈ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് അവിടുത്തെ തീർപ്പ് കൽപ്പിക്കൽ കഴിയട്ടെ എന്ന് പറഞ്ഞ് പലതവണ മാറ്റിവെച്ചു. അത് നമ്മുടെ നീതിന്യായ കോടതി അത് അവരുടെ നിയമവശങ്ങളിൽ ഉള്ളത് തന്നെയാണ്. അപ്പം പണവും സ്വാധീനവും ഉപയോഗിച്ച് വക്കീലിനെ ഉപയോഗിച്ച് പോയി ഒരു വേള ഇടിച്ചു നോക്കി 22 തവണയാണ് സുപ്രീം കോടതിയിൽ പോയത്. അപ്പം അതും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതായാലും കളങ്കിത വ്യക്തിത്വമായി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു കളങ്കിത വ്യക്തിത്വമായ ഒരു സ്ഥാനാർത്ഥി, BJP അവിടെ ഒരു നടൻ കൃഷ്ണകുമാറിനെ നിർത്താൻ സാധ്യതയുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ നിർത്തിയാൽ, കാര്യം ഇദ്ദേഹം ജയിച്ചിരിക്കുന്ന ലത്തീൻ വോട്ടുണ്ട്, പിന്നെ SDPI വോട്ടൊക്കെ മറിഞ്ഞിട്ടുണ്ട്. അവിടെ വള്ളക്കടവ്, വലിയ തുറ തുടങ്ങിയ സ്ഥലങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹിന്ദു വോട്ട് കുറേയുള്ള ഭാഗമുണ്ട്. അതാണ് ഈ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ക്രിസ്ത്യൻ വോട്ടാണ് മെജോറിറ്റി. അതായത് ശശി തരൂർ മത്സരിച്ചപ്പോൾ ജയിച്ച സ്ഥലങ്ങളാണ് ഈ പറയുന്ന വലിയ തുറ, ലത്തീൻകര, ഒരു കൈപ്പത്തി മാത്രമേ വോട്ട് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ശിവകുമാറായി എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. അത്ര കണ്ട് പോരായിരുന്നു. ശിവകുമാർ അനഭിമതനായിരുന്നു കോൺഗ്രസ്സിലെ, VS ശിവകുമാർ. അപ്പോൾ ഇദ്ദേഹം ഒരു ലത്തീൻ കത്തോലിക്ക് ആയതുകൊണ്ട് തന്നെ വോട്ട് കിട്ടി. പിന്നെ SDPIയുടെ ഇടത് അനുകൂലം ഒക്കെ വോട്ട് കിട്ടി. അപ്പോൾ ഇനി അവർക്ക് ഒരു സ്ഥാനാർത്ഥിയായി പോലും ഒരു പേര് കാണിക്കാൻ അത് ഇടതു മുന്നണിക്ക് ഒരു വൻ അടിയായി. ഇപ്പോൾ എനിക്കിതിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് ഇതിൽ കൂട്ടിക്കലർത്തുന്നതിനും അപ്പുറത്തേക്ക് ഇത്രയും നാണം കെട്ടൊരു കേസ്, ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. കൈകഴുകാതെ അവര് ഇങ്ങനെ ഒരു വിധിന്യായം എന്തുകൊണ്ടും വലിയൊരു അടി തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന്റെ പിന്നാലെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഈ വിഷയം മറക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും, അത് വേറെ കാര്യം. എന്തായാലും ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ വകുപ്പുകൾ കൃത്യമായിട്ടും കോടതി ഒരു വെറുതെ എഴുതിത്തള്ളിയോ പറഞ്ഞു കളയാവുന്ന ഒരു കേസല്ല. എനിക്ക് തോന്നുന്നു ഈ വിധിന്യായം ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നതിൽ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് പാരഗ്രാഫ് 1 മുതൽ 5 വരെയുള്ള കേസിന്റെ ഒരു പശ്ചാത്തലം പറയുന്നത് ക്രിമിനൽ കേസ് മാത്രമല്ല, ഇത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു സാധനം എടുത്ത് മാറ്റി എന്നുള്ളത്. അതല്ലാണ്ട് അദ്ദേഹം ഒരു പബ്ലിക് സെർവന്റ് ആണ് എന്നുള്ളത് കൂടി വരുമ്പോൾ IPC 409 എന്ന് പറയുന്ന വകുപ്പ് കൃത്യമായിട്ടും അതിൽ ബാധകമാകുമെന്ന് കോടതി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ പാരഗ്രാഫ് 6 മുതൽ 12 വരെ നോക്കുമ്പോൾ തൊണ്ടിമുതലിന്റെ ഒരു വിഷയം അതിൽ പറയുന്ന വൺസ് എ പ്രോപ്പർട്ടി സീസ്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ കോർട്ട് ഇറ്റ് ബിക്കംസ് കസ്റ്റഡിയൽ ലീഗീസ്. അതായത് കോർട്ട് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഒരു തവണ സീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും കൊണ്ടുപോകുന്നത്, അതായത് പോലീസ് പിടിച്ചെടുത്ത ആ നിമിഷം മുതൽ കോടതിയുടെ അനുമതി ഇല്ലാതെ പിന്നെ ആരും അതിൽ തൊടാൻ പാടില്ല, അതിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഒരു സാധനം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടും അടുത്ത വകുപ്പും അവിടെ വരികയാണ്. പിന്നെ പാരഗ്രാഫ് 13 മുതൽ 20 വരെയുള്ള പാരഗ്രാഫിൽ പറയുന്നത്, അതിൽ അവിടെ കോടതി പരിശോധിച്ചിരിക്കുന്നത് പ്രതിക്ക് നിയമം നന്നായിട്ട് അറിയാവുന്ന ഒരു പദവിയുള്ള ആളാണ്. നിയമം അറിയാതെ ചെയ്തൊരു കാര്യമല്ല, അതെ, അഡ്വക്കേറ്റ് ആണ്. അപ്പം നിയമം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എന്നിട്ടും നടപടി ചട്ടങ്ങൾ അയാൾ മറികടന്നു. അതാണ് കോടതി നോക്കിയിരിക്കുന്ന ഒരു പ്രധാന കാര്യം. ഔദ്യോഗിക രേഖകൾ പാലിച്ചിട്ടില്ല. അപ്പോൾ പാലിക്കാതിരിക്കാൻ നിയമത്തിന് അജ്ഞതയുള്ള ഒരാളല്ല അദ്ദേഹം. അപ്പോൾ ആ ഒരു വകുപ്പ്, ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ടും കോടതി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല അത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിമിനൽ മിസ്കണ്ടക്ട് ആണ് എന്നുള്ളത് കോടതി അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാരഗ്രാഫ് 21 to 27 പറയുന്നത് പ്രതി പറഞ്ഞ വാദം ഇത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ മറുപടിയായിട്ട് അവിടെ വരുന്നത് നിയമം അറിയുന്ന ഒരാൾ നിയമം ലംഘിച്ചാൽ ഐ ഡിഡ്ന്റ് ഇന്റൻഡ് എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ ആകുന്നതല്ല. അതായത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അത് ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അറിയാവുന്ന ഒരാൾ, അതായത് അഭിഭാഷകൻ കൂടിയായ ഒരാൾ എന്നുള്ള നിലയിൽ കേസ് ജയിക്കാൻ എന്ത് ഹീനകൃത്യവും അതെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കാര്യം കോടതി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു. പബ്ലിക് സെർവൻറ്റിന് നെഗ്ലിഗൻസ് പോലും ക്രിമിനൽ ഇൻറ്റന്റ് ആയി മാറാം. അതാണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്. പിന്നെ പാരഗ്രാഫ് 28 മുതൽ 35 വരെ പറഞ്ഞിരിക്കുന്നത് എവിഡൻസ് ടാമ്പറിംഗ് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. അവിടെ തൊണ്ടി മുതൽ മാറ്റിയത് കേസിൻ്റെ ദിശയെ ബാധിക്കുന്ന വിധത്തിൽ തൊണ്ടി മുതൽ മാറ്റി പ്രതിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അനുകൂലമായിട്ട്, അതായത് പ്രതിക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറി എന്നുള്ളതാണ് 28 മുതൽ 35 വരെയുള്ള പാരഗ്രാഫിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ IPC 201, അതായത് എവിഡൻസ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്ന വകുപ്പ് കൂടി ബാധകമാകുന്നത് അങ്ങനെയാണ്. പിന്നെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കോർട്ട് പ്രോപ്പർട്ടി, പോലീസ് പ്രോപ്പർട്ടി, പോലീസ് മന്ത്രി, ഉദ്യോഗസ്ഥൻ, അങ്ങനെ കോടതി അനുമതി ഇല്ലാണ്ട് ഒരാൾക്കും അതിൽ തൊടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അഭിഭാഷകനും പബ്ലിക് സെർവൻറ്റുമായ ഒരാൾക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാനുള്ളൊരു വകുപ്പ് ഇവിടെ കാണുന്നില്ല. അതെ അതെ, സെക്ഷൻ ക്ലർക്കോ എന്തോ. അപ്പോൾ അത് മൊത്തം വരുന്നുണ്ട്. ലോ മേക്കേഴ്സ് ആണെങ്കിലും ബ്യൂറോക്രസി ഇമ്പാക്റ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടൊരു വിധിന്യായമാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തെളിവിൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. പക്ഷെ അവിടെ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ ജീവപര്യന്തം വരെയുള്ള വകുപ്പുകൾ ഇപ്പൊ ഈ പറഞ്ഞതിൽ കിടക്കുന്നുണ്ട്, സെഷൻസിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇപ്പൊ അപ്പീലിന് പോകണമെങ്കിൽ പോലും, അപ്പീലിന് പോകാനുള്ള ചാൻസ് ഇതിലുണ്ട്, പക്ഷെ അപ്പീലിന് പോകണമെങ്കിൽ പോലും ജയിലിൽ കിടന്നുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ വിധി വന്നിരിക്കും, മജിസ്ട്രേറ്റ് കോടതി വിധി പറയാനുള്ള ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും സെഷൻസിലേക്ക് മാറുമായിരിക്കും. അതായത് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിധിന്യായം വെച്ചിട്ട് ഉറപ്പായിട്ടും ജീവപര്യന്തം വരെ എന്ന് പറയുമ്പോൾ ശിക്ഷയുടെ ആധിക്യം ഒന്ന് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. സെഷൻസിലേക്ക് മാറാനുള്ള ഒരു ഹോപ്പ് അവിടെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. സെഷൻസിലേക്ക് പോയേക്കാം. പക്ഷെ പോയാലും ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും അടുത്ത സ്റ്റെപ്പ് എന്താണെങ്കിലും ജയിലിലേക്ക് മാറ്റും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഏതായാലും ഇതിന്റെ അടുത്ത അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇരിക്കാം ഉറപ്പായിട്ടും.